നമസ്കാരം. പശ്ചിമേഷ്യയിൽ തന്ത്രപ്രധാനമായ സമാധാന കരാർ ഒപ്പിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ട് ബോംബിട്ട് തകർത്ത ഇസ്രായേൽ നടപടിയിൽ അസംതൃപ്തനായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് തുറന്നടിച്ചുകൊണ്ട് ട്രംപ് നെതന്യാഹുവിനെ തള്ളി പറഞ്ഞു. മാസങ്ങൾ നീണ്ട കഠിനമായ നയതന്ത്ര ചർച്ചകൾക്കൊടുവിൽ രൂപപ്പെടുത്തിയ 2 പേജ് സമാധാന ധാരണാപത്രം ഇസ്രയേലിന്റെ ഒരൊറ്റ മിസൈൽ ആക്രമണത്തോടെ തകർന്നടിയുന്ന ഘട്ടത്തിലെത്തിയതിന്റെ വൻ അമർഷത്തിലാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ്. ഇറാന്റെ കടുത്ത പിന്മാറ്റ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇസ്രയേലിനെതിരെ ട്രംപ് മിന്നൽ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇസ്രയേലിനെ പൂർണ്ണമായും പ്രതികൂട്ടിൽ നിർത്തുന്ന പരാമർശങ്ങളാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇസ്രയേലിന് അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ അവകാശമുണ്ട്, പക്ഷേ അവരിപ്പോൾ തിരിച്ചടിച്ചുവെന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ ആക്രമണം വളരെ ചെറുതും അർദ്ധശൂന്യവുമായ ഒന്നായിരുന്നു. ആർക്കും ഒരു പരിക്കും പറ്റാത്ത, ആരും മരിക്കാത്ത ഒരു സംഭവത്തിന്റെ പേരിലാണ് ഇസ്രായേൽ ഇപ്പോൾ ബെയ്റൂട്ടിൽ പോയി ബോംബിട്ടിരിക്കുന്നത്. നമ്മൾ ഇറാനുമായി ഒരു ചരിത്രപരമായ സമാധാന കരാറിന്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഈ ആക്രമണം ഒട്ടും പാടില്ലാത്തതായിരുന്നുവെന്ന് ട്രംപ് കുറിച്ചു. ഇനി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ലെബനനിൽ ഒരിടത്തും ഒരു ആക്രമണവും ഉണ്ടാകരുത്. അതേസമയം തന്നെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഒരു പാർട്ടിയും ഇസ്രായേലിന് നേരെ വിരലനക്കരുത്. എല്ലാവരും ആയുധങ്ങൾ താഴ്വെച്ച് ഒരടി പിന്നോട്ട് മാറണമെന്നും ട്രംപ് കർശന നിർദ്ദേശം നൽകി. ഇത് ദീർഘവും മനോഹരവുമായ ഒരു സമാധാന കാലഘട്ടത്തിന്റെ തുടക്കമാകേണ്ട നിമിഷമാണ്. ദയവായി അതാരും ഊതിക്കെടുത്തരുതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. നേരത്തെ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിലുള്ള ഹിസ്ബുള്ളയുടെ അതീവ സുരക്ഷിതമായ മുഖ്യ ആസ്ഥാനം ഇസ്രായേൽ വ്യോമസേന പൂർണ്ണമായും തരിപ്പണമാക്കിയിരുന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെ പരസ്യമാക്കിയിട്ടുണ്ട്. ദാഹിയ മേഖലയിലെ ഒരു വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലേക്ക് ഇസ്രായേൽ മിസൈലുകൾ ഇരച്ചു കയറുന്നതും വൻ സ്ഫോടനത്തോടെ ആ കെട്ടിടം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഹിസ്ബുള്ളയുടെ ശക്തമായ സ്വാധീന മേഖലയായ ദാഹിയയിലെ ഒരു അപ്പാർട്ട്മെന്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് ലെബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. കെട്ടിടത്തിന് സമീപത്തെ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്തായിരുന്നു ആക്രമണം. വാഹനങ്ങൾക്ക് എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചു എന്ന് വ്യക്തമല്ല. ആക്രമണത്തെ തുടർന്ന് തകർന്ന കെട്ടിടത്തിനിടയിൽ ആളുകൾ തിരച്ചിൽ നടത്തുന്നതായി വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. തകർത്ത കെട്ടിടം ഹിസ്ബുള്ളയുടെ ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് ഇസ്രായേൽ വ്യോമസേന അവകാശപ്പെട്ടു. ഇസ്രായേൽ പൗരന്മാർക്കും തെക്കൻ ലെബനനിൽ യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കുമെതിരെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനാണ് ഈ കേന്ദ്രം ഉപയോഗിച്ചിരുന്നതെന്നും അവർ ആരോപിച്ചു. ഞായറാഴ്ച ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള നടത്തിയ വ്യോമാക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായിട്ടാണ് ഈ നടപടിയെന്നും വ്യോമസേന വ്യക്തമാക്കി. അതിനിടെ വടക്കൻ ഇസ്രായേലിൽ ഞായറാഴ്ച ഹിസ്ബുള്ളയുടേതെന്ന് സംശയിക്കുന്ന 3 ഡ്രോണുകൾ വന്നിടിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. എന്നാൽ ഈ സംഭവങ്ങളിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ പലയിടത്തും ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടെങ്കിലും വടക്കൻ ഇസ്രായേലിൽ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം അവർ ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ല. അതേസമയം സമാധാന കരാർ ഒപ്പിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇസ്രായേൽ ലെബനൻ തലസ്ഥാനത്ത് നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രതിഷേധിച്ച് ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ. ലെബനൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത് സാധ്യമല്ലെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ അഭിപ്രായപ്പെട്ടത്. അമേരിക്കയ്ക്ക് വാക്കുപാലിക്കാൻ കഴിയുന്നില്ലെന്നും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്ന നിലപാടാണ് ഉണ്ടായതെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. ഇറാന്റെ ഭാഗത്തു നിന്ന് നിർണായക കരാറിൽ ഒപ്പുവെക്കേണ്ടത് സ്പീക്കർ ഗാലിബാഫാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ഏറെ നാളായി നടന്നു വന്ന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കവെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. ലെബനനിലെ ആക്രമണം മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതാണെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ ഒത്തുതീർപ്പ് കരാറുകൾക്ക് പ്രസക്തിയില്ലെന്നുമാണ് ഇറാന്റെ നിലപാട്. അവസാന നിമിഷത്തിൽ ഇറാൻ കടുപ്പിച്ചത് കരാറിനെ ബാധിക്കുമെന്ന ആശങ്ക സജീവമാണ്.